ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, മഹാമാരിയും പേമാരിയും അപ്രതീക്ഷിതമായ വേർപാടുകളും ലോകത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ ഓരോരുത്തരെയും വഴി നടത്തേണ്ടത് ഒരേയൊരു പ്രത്യാശയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ കൂടെയുള്ള ദൈവമായ കർത്താവിലുള്ള പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം തകർന്ന അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്നും നമ്മെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ള ദൈവമായ കർത്താവിലുള്ള പ്രത്യാശയിലേക്ക് ഈ മണിക്കൂർ ദ ഹോപ്പ് നമ്മെ നയിക്കട്ടെ. ദ ഹോപ്പ് ഹാസ് എ നെയിം, ജീസസ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ എന്ന വാക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിന് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ പ്രത്യാശ നമ്മിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അനുദിന ജീവിതത്തിൽ കണ്ടും കേട്ടും മുമ്പോട്ട് നടക്കുന്നവരാണ് ഞങ്ങൾ നേഴ്സുമാർ. അല്പം മുൻപ് വരെ ഈ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നവരുടെ കൈകൾ അയഞ്ഞ് അവരുടെ ജീവൻ ഈ ലോകത്തു നിന്നും മാഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ. പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം നാം ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്. ഹെബ്രായർ 10:23, നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ അവനിലുള്ള പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ ഏറ്റുപറയേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രത്യാശയായ കർത്താവിനെ സ്തുതിക്കാം, അവനെ ശ്രവിക്കാം, അവനെ ആരാധിക്കാം. ഹൃദയം മുഴുവൻ ആ പ്രത്യാശയാൽ നിറയാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അതേ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത്. ഏശയ്യ 58:9 ഇപ്രകാരം പറയുന്നു: നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും അരികിലേക്ക് ഇതാ ഞാൻ എന്നും പറഞ്ഞ് കടന്നു വരുന്ന തമ്പുരാനെ, നിന്റെ വലിയ കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഈശോയെ, ഈ സമയം നിന്നിൽ വിശ്വാസം അർപ്പിക്കാനായിട്ട് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വചനത്തിൽ അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, ഈ മഹാമാരിയുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളായിരിക്കുന്ന രോഗക്കിടക്കയിൽ പോലും തമ്പുരാനെ നീ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയെ അകക്കണ്ണുകൊണ്ട് ഞങ്ങളുടെ അരികിലുള്ള ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, യേശുവേ ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. യേശുവേ എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും പ്രതികൂല കാറ്റിന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, സന്തോഷത്തോടെ എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല.
യേശു വാക്കുമാറുകില്ല. സങ്കീർത്തനം 23 അധ്യായം 4 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഈശോനാഥ, ഇന്ന് ഈ ലോകം മുഴുവനും ഈ മഹാമാരിയുടെ, ഈ രോഗത്തിൻ്റെ, സഹനങ്ങളുടെ, വേദനകളുടെ, നിരാശയുടെ, തകർച്ചയുടെ, ഒറ്റപ്പെടലിൻ്റെ എല്ലാം താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കർത്താവേ. കാരണം അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ സംഭ്രമിക്കില്ല. ആമേൻ. കാരണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. യേശുവേ. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തും. ആമേൻ. അവിടുത്തെ വിജയകരമായ വലത് കരം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തും. ആമേൻ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നും നമ്മോട് കൂടെ വസിക്കുന്നവനായ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കാരണം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ കർത്താവേ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെ ഈ ലോകം മുഴുവനും കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് പ്രത്യാശയാണ് കർത്താവേ. കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. ആമേൻ. ചേർന്ന് പാടാം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. ഹല്ലേലൂയ. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. വിശ്വാസത്തോടെ പാടാവോ? അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. പാടാം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഒത്തിരി സന്തോഷത്തോടെ പാടാം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഒരിക്കൽ കൂടി പാടാം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. പ്രഭാഷകൻ 2 അധ്യായം 10 തിരുവചനം ഇപ്രകാരം പറയുന്നു: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അതെ, നമ്മോടൊപ്പം എന്നുമുള്ള, ഓരോ ദിവസവും പുത്തൻ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന, ആകാശത്തോളം ഉന്നതമായ കാരുണ്യം കാണിക്കുന്ന ആ കർത്താവിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ ഏറ്റുപറയാം. ഹല്ലേലൂയ. റോമ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കർത്താവേ, ഈ സമയം ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും ഞങ്ങൾ സമർപ്പിക്കുന്നു തമ്പുരാനെ. ഞങ്ങളുടെ നിരാശയെ, ഞങ്ങളുടെ തകർച്ചകളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം കർത്താവേ, നീയാകുന്ന ആ ഉയർന്ന പാറമേൽ ഞങ്ങളെ കയറ്റി നിർത്തുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പ്രത്യാശയെ ഓർത്ത്, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തെ ഓർത്ത് എല്ലാം ഈശോയെ, ഞങ്ങൾ അങ്ങേ കർത്താവേ, ലോകം മുഴുവനും വേണ്ടി, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കൾക്കും വേണ്ടി കർത്താവേ, ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. യേശുവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. യേശുവേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചവൻ
കൂടെയുണ്ടല്ലോ ലോകത്തെ ജയിച്ചിടുക. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നാം അതിജീവിക്കും. ആമേൻ. കാരണം മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങൾക്ക് സഹായം എവിടെ നിന്ന് വരും? ഞങ്ങൾക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈശോയേ. നമ്മെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ആമേൻ. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരും യേശുവേ. ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, ഈശോയേ. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ. അങ്ങേ ആരാധിക്കുന്ന ദൈവമേ, കർത്താവേ. ഒറ്റക്കെട്ടായി ഞങ്ങൾ ഏറ്റുപറയുന്നപ്പാ, നീയാണ് ഞങ്ങളുടെ സങ്കേതം, ആമേൻ. നീയാണ് ഞങ്ങളുടെ കോട്ട, യേശുവേ. ഞങ്ങളുടെ അഭയശില. കർത്താവേ, അത് നീ മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമാ അടിയനിതാ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. ചേർന്ന് പാടാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ.
അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, ഒത്തിരി സ്നേഹത്തോടെ അടിയനിതാ ദേവാ, അടിയനിതാ. ഈശോനാഥ, കടന്നു വരുന്ന നിമിഷങ്ങളെയെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ. വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. തിരുവചനത്തിലൂടെ ഞങ്ങളോട് വ്യക്തിപരമായി അങ്ങ് സംസാരിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കോവിഡ് മഹാമാരി മൂലം ലോകം ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കാലമാണല്ലോ. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ബിസിനസ് തകർന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഈ സമയത്ത് കൊറോണയുടെ ഭീതിയിലായിരിക്കുന്ന മക്കൾ, ഇങ്ങനെയുള്ള മക്കളോടൊക്കെ ദൈവം വചനത്തിലൂടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാനാണ്. വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ ഒരു ചെറിയ വൈറസ് നമ്മൾ എത്രമാത്രം പിടിച്ചിരുത്തിയല്ലേ, ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിൻ്റെയൊക്കെ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? നമ്മൾ ജീവിച്ചാലും നമ്മൾ മരിച്ചാലും എല്ലാം കർത്താവ് അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. മറ്റുള്ളവർക്ക് പ്രത്യാശ പകർന്ന ജീവിതങ്ങളായി മാറാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറിയ വാക്കിലൂടെ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അവിടെ കൊറോണയായിട്ട് അഡ്മിറ്റായി. ആ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് കൊറോണയാണ്. അല്പം ഭയത്തിലായിരുന്നു. ഡോക്ടറെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, സിസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പല പ്രാവശ്യം കേട്ട വാക്കാണ്, പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം. അതെ സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ഒരു ചെറിയ പ്രവൃത്തി എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുമെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. 1 യോഹന്നാൻ 1:3 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുക. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഞങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ, ഈ കൊറോണ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 1.5 വർഷമായി നമ്മളുടെ ഈ കൊറോണ തുടങ്ങിയിട്ട്. ഈ 1.5 വർഷത്തിൽ നമ്മളോട് ലോകം പറയുന്നു, മനുഷ്യനും തമ്മിലുള്ള ബന്ധം അകൽച്ച പാലിക്കണമെന്നാണ്. എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നത് എന്താണ്? കുറച്ചുകൂടി ക്രിസ്തുവിനോട് അടുത്തിരിക്കാൻ. ഈ ക്വാറൻറ്റൈൻ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുമോ നമുക്ക് സമയമില്ല എന്ന്? നമുക്ക് എന്തുമാത്രം സമയം ഈശോ ഒരുക്കി തന്നു. എൻ്റെ അനുഭവത്തിലാണെങ്കിൽ എനിക്ക് ഈ കൊറോണ സമയത്ത് എൻ്റെ ഈ ഒരു പ്രൊഫഷൻ്റെ മൂല്യം കുറേ കൂടി ഞാൻ തിരിച്ചറിഞ്ഞത് ഈ സമയത്താണ്. പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കിട്ടിയ ഒരു സമയമായിരുന്നത്. കുടുംബ പ്രാർത്ഥന അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒറ്റ ദിവസം മുടങ്ങാതെ ചെയ്യാൻ സാധിച്ച ഒരു സമയമായിരുന്നത്. നമുക്കറിയാം,
കുടുംബമാണ് ഗാർഹിക സഭ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കൊക്കെ കുറച്ചു നേരം കൂടി ഇരുന്നൊന്ന് നോക്കി അവർ പറയുന്നതൊന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ അവരെയൊക്കെ വചനം പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് സ്വയം ഒന്ന് വളരാൻ, യോഹന്നാനെ പോലെ ആ മാറോടൊന്ന് ചേർന്നിരിക്കാൻ കർത്താവ് തന്ന വലിയൊരു അവസരമല്ലേ ഇത്? നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ? വേസ്റ്റ് ആക്കരുത് സമയം കർത്താവ് തന്നിരിക്കുന്ന. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എത്രയോ ആത്മാക്കളെ നേടാനുള്ള അവസരമാണിത്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ 10 മിനിറ്റ് നേരത്തെ പോകും. കാരണം ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അധികം വാഹനമില്ല റോട്ടിൽ. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന രോഗികൾക്ക് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ഞങ്ങളുടെ ഒരു പതിവാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ കെയർ ഏരിയയിലാണ്. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കൊറോണ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുന്ന യൂണിറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. എൻ്റെ ICUവിലെ എല്ലാ പേഷ്യൻറ്റും വെൻറ്റിലേറ്ററിലായിരുന്നു, ഈ ഒരു മകനൊഴികെ. ഞങ്ങളങ്ങനെ ഈ വളരെ അസ്വസ്ഥതകളും വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിൽ ആയിരുന്നില്ല. കാരണം വെൻറ്റിലേറ്ററിൽ കയറ്റിയാൽ പോലും അദ്ദേഹം രക്ഷപ്പെടുമോ എന്ന് അത്ര ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. ചെസ്റ്റ് എക്സ്റേയിൽ ഒട്ടും വളരെ ബാഡ് ചെസ്റ്റ് എക്സ്റേ. അങ്ങനെ ഡോക്ടേഴ്സ് ഓരോ ദിവസവും പ്രൊലോങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ ഭാര്യയെ കാണണം, എൻ്റെ മക്കളെ കാണണം, എനിക്ക് മരിക്കണ്ട, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വാക്ക് പറയുമ്പോഴും ഇയാളുടെ ഓക്സിജൻ താഴെ പോയി ഇയാൾ നീല കളറാവും. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത, അദ്ദേഹത്തിൻ്റെ ഭയം, ആ പരിഭവം എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ സഹോദര. എനിവേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ആ വ്യക്തിയുടെ അടുത്ത് ചെന്നപ്പോൾ രോഗത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ, ഇന്നലെ ഞാൻ കുറച്ച് നേരം എനിക്ക് ഉറങ്ങാൻ പറ്റി. അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ മരണത്തിൻ്റെ ഭയവും വിട്ടുമാറി. കുറച്ച് ദിവസം ഞങ്ങൾ തുടർച്ചയായി ആ രോഗിയുടെ റൂമിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായി ആ വ്യക്തിയുടെ ചെസ്റ്റ് എക്സ്റേ മാറ്റം വന്നു. ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു. 1-1.5 ആഴ്ചയ്ക്ക് അകം അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ രോഗിയെ കാണാൻ വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്കൊരു രണ്ടാമതൊരു ജന്മം കിട്ടി. ഞാൻ മരണഭയത്തിലായിരുന്ന സമയത്താണ് നിങ്ങൾ വന്ന് എന്നോട് പറഞ്ഞത് പ്രാർത്ഥിക്കാമെന്ന്. അതൊന്നുമല്ലായിരുന്നു എൻ്റെ ചിന്ത, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന്. സിസ്റ്ററെ, മരിച്ചാലും ഞാൻ യേശുവിനെ മറക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പ്രവൃത്തി, നമ്മളത് ചെറുതെന്ന് വിചാരിച്ചാലും മറ്റുള്ളവർക്കത് ഒരു ജീവനെ തന്നെ നേടിയെടുക്കുന്നതായിരിക്കും. ഈശോയുടെ വചനം മുറുകെ പിടിച്ചുകൊണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്കെന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ എന്ന് വചനം നമ്മളോട് അരുളി ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറിയൊരു വചനവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രത്യാശ അത് വളരെ വലുതാണ്. പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളതാണ്. മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, ക്രിസ്ത്യാനിക്ക് മരണം ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശയാണ്. ഇതുപോലെ കൊറോണ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യൻ്റ്, ഒരു വിദേശ പൗരൻ അഡ്മിറ്റായി. ആ വ്യക്തി വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മഹാമാരി നമ്മൾ കേട്ടിട്ടുള്ളൂ, ചൈനയിൽ കേട്ടിട്ടുള്ളൂ, പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഈ രാജ്യത്ത് കേട്ട് വരുന്നുള്ളൂ. പക്ഷേ എന്തോ ഒരു പകർച്ചവ്യാധിയാണെന്നറിയാം.
ഇദ്ദേഹത്തെ ഒരു റൂമിലായിരുന്നു, ഐസൊലേഷനിലായിരുന്നു. ഈ ഗ്ലാസ് ഡോറിലൂടെ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുമാത്രം ആ മനുഷ്യൻ അസ്വസ്ഥത അനുഭവിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് മരുന്നൊക്കെ കൊടുത്തു. രോഗം ഒട്ടും കുറയുന്നില്ല, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ മുഖത്തേക്ക് വളരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, സിസ്റ്ററെ, പ്രാർത്ഥനയല്ല എനിക്ക് വേണ്ടത് ഓക്സിജനാണ്, എനിക്ക് വേണ്ടത് മരുന്നാണ്, എന്നെ ഇവിടുന്ന് പെട്ടെന്ന് സുഖപ്പെടുത്തി പറഞ്ഞയക്കൂ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം അദ്ദേഹം കൈകാട്ടി വിളിച്ചു, പ്രാർത്ഥിക്കട്ടെ എന്ന് വീണ്ടും ചോദിച്ചു. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു, കരുണക്കന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്, പക്ഷേ ഈ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനേ തോന്നുന്നില്ല, നിങ്ങളെ ദൈവമാണ് എൻ്റെ അടുത്തേക്ക് അയച്ചത്. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഇവിടെ എനിക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നീയും പ്രാർത്ഥിച്ചോ. അങ്ങനെ ആ മനുഷ്യനെ ഞങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനയും കരുണക്കൊന്തയൊക്കെ ചൊല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു. അദ്ദേഹവും ഇരുന്ന് പ്രാർത്ഥിച്ചു. 40-45 മിനിറ്റ് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഒത്തിരി താങ്ക്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. അവസാനം അദ്ദേഹത്തിൻ്റെ കൈകളെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വളരെ ബാഡ് കണ്ടീഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിൽ ഇടാൻ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിൽ ഇടാൻ നോക്കി. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും ഒരു വിഷമമാണ്. പക്ഷേ എനിക്ക് അല്പം സന്തോഷം ഞങ്ങൾക്ക് തോന്നിയ ഒരു അവസരമാണിത്. കാരണം നന്നായിട്ട് ഒരുക്കി ആ ആത്മാവിനെ ഒരുക്കാനായിട്ട് അദ്ദേഹം കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിച്ചൊരു സമയമായിരുന്നു. തീർച്ചയായിട്ടും ഈശോ പറഞ്ഞില്ലേ, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. ആ ഒരു അനുഭവം ആ ആത്മാവിന് ഉണ്ടായിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹെബ്രായർ 10:23 വചനം ഇപ്രകാരം പറയുന്നു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. അതേ സഹോദരങ്ങളെ, വരും കാലങ്ങളിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയുടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആനന്ദരൂപനെ ആത്മസ്വരൂപനെ ആരാധിച്ചിടുന്നു ഞങ്ങളങ്ങേ. 1000 സ്തോത്രങ്ങളേകി ഞാൻ ആത്മാവിലങ്ങയെ വാഴ്ത്തിടുന്നു. ആനന്ദരൂപനെ ആത്മസ്വരൂപനെ ആരാധിച്ചിടുന്നു ഞങ്ങളങ്ങേ. 1000 സ്തോത്രങ്ങളേകി ഞാൻ ആത്മാവിലങ്ങയെ വാഴ്ത്തിടുന്നു. സ്വർഗീയ കാന്തനെ കർത്താവാമേശുവേ ആരാധിച്ചിടുന്നു ഞങ്ങളങ്ങേ. സ്വർഗീയ കാന്തനെ കർത്താവാമേശുവേ ആരാധിച്ചിടുന്നു ഞങ്ങളങ്ങേ. പൈതലാമെന്നുടെ സ്തോത്രവും യാഗവും തൃപ്പാദ സന്നിധി അർപ്പിക്കുന്നു.
പൈതലമെന്നുടെ സ്തോത്രവും യാഗവും തൃപ്പാദ സന്നിധി അർപ്പിക്കുന്നു. ആനന്ദരൂപനെ ആത്മസ്വരൂപനെ ആരാധിച്ചിടുന്നു ഞങ്ങളങ്ങേ. ആയിരമായിരം സ്തോത്രങ്ങളേകി ഞാൻ ആത്മാവിലങ്ങയെ വാഴ്ത്തിടുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയുമായ കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എല്ലാ മാലാഖമാരോടും സ്വർഗവാസികളോടും വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ആരാധിക്കുകയാണ്. ഹെബ്രായർ 10:23 ഇപ്രകാരം പറയുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ യേശു വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന്. ഓ ദിവ്യകാരുണ്യമായ ക്രിസ്തുവേ, ഈ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുപറയുകയാണ്: നീയാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങാണ് ഞങ്ങളുടെ കോട്ട, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭയകേന്ദ്രമെന്ന് ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവേ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഈ നാളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന്. ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കുമെന്ന്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവേ ഇപ്പൊ നിരാശയിലാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അപരിമേയമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, യേശുവിന്റെ നാമത്തിലുള്ള പ്രത്യാശയാണ് അനേകരെ രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും നയിച്ചതെങ്കിൽ, യേശുവിന്റെ നാമത്തിലുള്ള പ്രത്യാശയാണ് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചതെങ്കിൽ, യേശുവിന്റെ നാമത്തിലുള്ള പ്രത്യാശയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചതെങ്കിൽ, ഓ പിതാവേ, ഈ സമയത്ത് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. യേശു നാമത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളർന്ന ഹൃദയങ്ങള് ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ആരെങ്കിലും സ്വന്തക്കാരുടെ വേർപാട് മൂലം ഇപ്പോൾ നിരാശയിലാണെങ്കിൽ വലിയ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ മാലാഖമാരോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ റിയ റിയ റിയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക. ഞങ്ങളുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗികളെ സുഖപ്പെടുത്തിയ ഈശോയെ, അന്ധർക്ക് കാഴ്ച കൊടുത്ത ഈശോയെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ഈശോയെ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഈശോയെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ,
മരിച്ചവരെ ഉയർപ്പിച്ച ഈശോയെ, അപ്പം വർദ്ധിപ്പിച്ച ഈശോയെ, അതേ ഈശോ പ്രിയപ്പെട്ടവരെ അപ്പത്തിന്റെ രൂപത്തില് ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈശോയെ ഈ നിമിഷം ഒരുമിച്ച് ആരാധിക്കാം. ഹെബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവായ ഈശോയെ, ഈ ആരാധനയുടെ സമയത്ത് കർത്താവേ, കോവിഡ് എന്ന മഹാമാരി മൂലം ലോകത്തിന്റെ കർത്താവേ പല ഭാഗങ്ങളില് ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ട് കഴിയുന്ന മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവായ ഈശോയെ, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന മക്കളെ അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവായ ഈശോയെ, കർത്താവെ, ജോലി നഷ്ടപ്പെട്ട് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിശ്വാസവും കർത്താവെ പ്രത്യാശയെ നഷ്ടപ്പെട്ട് കഴിയുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. വെളിപാട് 1:17 ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യവും അന്തവും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദനകളുടെ നടുവിലും ഞങ്ങളുടെ ക്ലേശങ്ങളുടെ നടുവിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ, ലോകം മുഴുവൻ ഏക മനസ്സോട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ കർത്താവെ കോവിഡ് മൂലം ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള മക്കളിലേക്ക് കർത്താവെ അങ്ങയുടെ സൗഖ്യവും ഈ ആരാധനയിലൂടെ അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവായ ഈശോയെ, ജീവിതത്തിൽ കർത്താവെ വേദനയിലും നിരാശയിലും അകപ്പെട്ട് കഴിയുന്ന മക്കളിലേക്ക് അങ്ങിലുള്ള വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയപ്പെടുന്നതിനെ ഓർത്തും അങ്ങയുടെ പരിപാലനയിൽ അവരെ ആശ്രയിച്ചുകൊണ്ടപ്പാ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുവാനുള്ള വലിയ കൃപ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ പ്രത്യാശയായ ഈശോയെ, ഞങ്ങളുടെ ആദ്യവും അന്ത്യവുമായവനെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിച്ച് സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ അപ്പാ. നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ അപ്പാ. ആദ്യനും അന്ത്യനും നീ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഏശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. അവൻ്റെ ശിക്ഷകളാൽ നമ്മൾ രക്ഷ പ്രാപിച്ചു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയെ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ക്ഷതങ്ങളാല് അങ്ങേറ്റ മുറിവിനാല് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു ഈശോയെ. ദിവ്യകാരുണ്യേശോയെ, ഈ നിമിഷം ലോകത്തില് പലവിധ വേദനകളാലും രോഗങ്ങളാലും ദുഃഖങ്ങളാലും തകർച്ചകളാലും കടബാധ്യതകളാലും എല്ലാം കടന്നു പോകുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ. ഈശോയെ, നീ അവരെ സൗഖ്യപ്പെടുത്തണേ ഈശോയെ. ദിവ്യകാരുണ്യേശോയെ, ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയെ, ജോലി ഭാരത്താൽ തളർന്നിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. ഈശോയെ, അങ്ങ് വചനത്തിൽ അരുളി ചെയ്തിട്ടുണ്ടല്ലോ,
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈശോയെ, ഈ മക്കളെല്ലാം നീ ആശ്വസിപ്പിക്കണമേ കർത്താവേ. അങ്ങ് വചനത്തിൽ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന്. ഈശോയെ, ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കണം എൻ്റെ ഈശോയെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ഞങ്ങളുടെ എല്ലാ തകർച്ചകളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം നടുവിൽ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം ഈശോയെ. ആരാധന, 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 ആരാധന ഈശോയെ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി കർത്താവേ, നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം ഈശോയെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോയെ. വേദനയാൽ എൻ്റെ ഉള്ളം തകരുമ്പോൾ ആരാധിച്ചിടുന്നു അങ്ങേ ഞങ്ങൾ. വേദനയാൽ എൻ്റെ ഉള്ളം തകരുമ്പോൾ ആരാധിച്ചിടുന്നു അങ്ങേ ഞങ്ങൾ. രോഗത്തിൻ പീഡയാ ഞാൻ വലഞ്ഞിടുമ്പോൾ ആരാധിച്ചിടുന്നു അങ്ങേ ഞങ്ങൾ. രോഗത്തിൻ പീഡയാ ഞാൻ വലഞ്ഞിടുമ്പോൾ ആരാധിച്ചിടുന്നു അങ്ങേ ഞങ്ങൾ. ആനന്ദരൂപനെ ആത്മസ്വരൂപനെ ആരാധിച്ചിടുന്നു അങ്ങേ ഞങ്ങൾ. ആയിരമായിരം സ്തോത്രങ്ങളെ ആത്മാവിലങ്ങയെ വാഴ്ത്തിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യ ഈശോയെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം തരുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകത്തിൽ നിന്ന് കോവിഡ് എന്ന മഹാമാരിയെ അതിൽ നിന്നും വിമുക്തമാക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാറ്റിനും ഉപരിയായി തൻ്റെ തന്നെ ആത്മാവിനെ ഞങ്ങൾക്കായി പകർന്നു തരുന്ന ഞങ്ങളുടെ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വചനം നമ്മോട് പറയുന്നു, തീത്തോസ് 3:6 ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് തൻ്റെ പരിശുദ്ധാത്മാവിലെ നമ്മിലേക്ക് സമൃദ്ധമായി വർഷിച്ചത്. ആബാ പിതാവേ, അപ്പാ, നിന്റെ പ്രിയപുത്രനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ആബാ പിതാവേ, നന്ദിയോടെ നിന്റെ പുത്രനെ ഈ നിമിഷം ആരാധിക്കുന്ന മക്കളിലേക്ക്, ലോകമെമ്പാടുമുള്ള മക്കളിലേക്ക്, ടിവിയിലൂടെ ഈ നിമിഷം ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ വേദനകളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം പകർന്നു കൊടുക്കണമേ അപ്പാ. മാമോദീസായിലൂടെ
സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ. ലോകം മുഴുവൻ പരിശുദ്ധാത്മാവ് കത്തിപ്പടരട്ടെ. COVID-19 എന്ന മഹാമാരിയിൽ വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക്, സാമ്പത്തിക തകർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ ശക്തി രോഗികളെ സുഖപ്പെടുത്തി എന്ന വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അപ്പാ ഈശോയെ, ഈ നിമിഷം നിന്റെ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലോകമെമ്പാടും വിഷമിക്കുന്ന രോഗികളിലേക്ക്, വിഷമിക്കുന്ന മക്കളിലേക്ക് കടന്നു ചൊല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ലോകത്തിന്റെ അതിർത്തികൾ വരെയും ക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രത്യാശയെന്നും ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകനെന്നും ഏറ്റുപറയുവാൻ ഈ മക്കളെ ഒരുക്കണമേ അപ്പാ. ഈശോയെ, സാംസണിലേക്ക് ശക്തി കൊടുത്ത പൊന്നു പരിശുദ്ധാത്മാവേ, ഏലിയായെയും എലീശായെയും അഭിഷേകം ചെയ്ത പൊന്നു പരിശുദ്ധാത്മാവേ, മോശയെ നയിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശുദ്ധർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അഭിഷേകത്താൽ നിറച്ച പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലും നിറയട്ടെ. ഞങ്ങളും അഭിഷേകമുള്ളവരായി ലോകത്തിന് സാക്ഷികളാകുവാൻ, ക്രിസ്തുവിന്റെ മക്കളാണെന്ന് ഏറ്റുപറയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈ അഭിഷേകം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയായി കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായി കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ദിവ്യകാരുണ്യ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ലോകം കടന്നു പോകുന്ന വേദനാജനകമായ കോവിഡിൻ്റെ ഈ ദുരന്ത സാഹചര്യത്തെ ഏറ്റവും അടുത്തു നിന്ന് കാണുന്ന മനുഷ്യരാണ് നിങ്ങൾ. അതിലുപരിയായി നിങ്ങൾ ഓരോ വ്യക്തികളും ഈ ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലും
ഓരോ സ്ഥലത്തുമുള്ള ആശുപത്രികളിൽ ചെയ്യുന്ന നിസ്തുലമായ സ്നേഹവും സേവനവുമാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്: നിന്നോട് അരുൾ ചെയ്യുന്ന, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, മലകൾ അകന്നുപോയേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു പിരിയുകയില്ല. ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുപിരിയുകയില്ല. എവിടെയാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവവേദ്യമാകുന്നത്? അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെയാണ്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പൗലോസ്ലീഹ പറയുന്ന പോലെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ അത് നിവർത്തിക്കപ്പെടുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ നന്മയും സ്നേഹവും സേവനവും ഇതൊന്നുമില്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു അവസ്ഥ എന്താകും? തങ്ങളുടെ ജീവനും ജീവിതവും പോലും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ആ മനസ്സെന്ന് പറയുന്നത്, അത് ഏറ്റവും മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയുടെ മനസ്സാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമായിട്ടാണ്. എന്നിട്ട് ഈശോ പഠിപ്പിച്ചു, സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. വലിയൊരു പ്രത്യാശയുടെ വിപ്ലവമാണ് ഈശോ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങളും ഞാനും. ഈ ഒരു നിമിഷം, ഈ ആരാധനയുടെ നിമിഷം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലായിരുന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കരുണയുടെ അപ്പോസ്തല വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ലോകം എന്നും സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി, ലോകം എന്നും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വഴികളിൽ ലോകമെന്നും നടക്കാൻ വേണ്ടി, പിശാചിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും എന്നും ലോകത്തിന് മുഴുവൻ ആശ്വാസവും മുക്തിയും ലഭിക്കുവാൻ വേണ്ടി, ആ നിത്യജീവൻ ലോകം മുഴുവനും, ആ നിത്യജീവൻ്റെ ആ ഒരു ചൈതന്യം ലോകം മുഴുവനും അനുഭവവേദ്യമാകുവാൻ വേണ്ടി എന്നും ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ശക്തിയാണ് ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. വലിയൊരു പ്രത്യാശയാണ് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലായിരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഇത് ലോകം മുഴുവനും കാണുന്ന വ്യക്തികളിലേക്കും അവരുടെ ജീവിതത്തിലും അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രത്യാശ, ഈ പ്രാർത്ഥനയുടെ ചൈതന്യം എന്നും നമുക്ക് തുടരാം. ലോകം അവസാനം വരെയും മനുഷ്യ ജീവൻ്റെ ഒരു ഭാഗമാണ് വേദന എന്ന് പറയുന്നത്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ദൈവം എപ്പോഴും നമ്മളെ ദർശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും. പലപ്പോഴും ദൈവം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്ന വാചകമാണ്: നിന്റെ വേദനകളിലൂടെയാണെങ്കിലും കഷ്ടതകളിലൂടെയാണെങ്കിലും ഒരിക്കലും ദൈവം അകന്നു പോകുന്നില്ല, മറിച്ച് നീ ദൈവത്തെ ദർശിക്കും. ജോബ് പറഞ്ഞതും ഇതേ വാക്യമാണ്: കർത്താവേ, ഈ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും അവസാനം ഞാനിതാ മനസ്സിലാക്കുന്നു, നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഞാൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇതാണ് പ്രത്യാശ. ഈ ഒരു സാഹചര്യത്തിലും ദിവ്യകാരുണ്യനാഥനോടൊപ്പമായിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും തുടർന്നും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ഈശോ തന്നെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം, ഈശോയുടെ കൃപ ഈ ലോകം മുഴുവനും സമൃദ്ധമായി പെയ്തിറങ്ങുന്നതിന് വേണ്ടി കരുണയുടെ അപ്പോസ്തലനായ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ ആവശ്യപ്പെട്ട ഈ ഒരു ആയുധം, പ്രാർത്ഥന, പ്രത്യേകിച്ചും
ദിവികാരുണ്യ ഈശോയുടെ മുമ്പിലുള്ള പ്രാർത്ഥന ഇനിയും നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കഴിഞ്ഞ മണിക്കൂറിൽ പ്രത്യാശയുടെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ചതിനെ ഓർത്ത് ഓരോ ദൈവമകൻ്റെയും ദൈവമകളുടെയും ആനന്ദം എന്ന് പറയുന്നത് തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയാത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നാം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴും ക്വാറന്റൈൻ്റെ ഒറ്റപ്പെടലിലായിരിക്കുമ്പോഴും എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞാൽ പോലും നമ്മുടെ വിശ്വാസം നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഇനിയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടിത്തീർക്കാൻ. നാം മറക്കരുത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല.